എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ്cherrypicks. നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ള കളറിലുള്ള നല്ല ക്രീമി ആയിട്ടുള്ള വൈറ്റ് എഗ് കറിയുടെ റെസിപ്പി കാണാം. ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ മാത്രമല്ല, നെയ്ച്ചോറിൻ്റെയും വെജ് പുലാവിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഞാൻ വെജ് പുലാവും റൈത്തയും ഇതും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. ഇതിന് മുന്നേ ഞാൻ റെഡ് കളറിലുള്ള ഒരു ഹൈദരാബാദി എഗ് കോർമയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അല്ല ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു യൂണിവേഴ്സൽ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല റിച്ച് ആയിട്ടുള്ള ഗസ്റ്റൊക്കെ ഉള്ളപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഹൈദരാബാദി മലായ് എഗ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം. 2 ചെറിയ സവാളയുള്ളി, വലുതല്ല ചെറിയ സവാളയുള്ളി വേണം. ഇതുകൂടാതെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 ആദ്യം ചേർക്കാനും 2 അവസാനം ചേർക്കാനുമാണ്. ഒരുപാട് എരിയുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി. 6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ച് വലുപ്പത്തിൽ മാത്രം ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്കൊരു വലിയ പിടി കശുവണ്ടി വേണം. കുറച്ചധികം തന്നെ കാഷ്യൂ നട്ട്സ് നമുക്ക് വേണ്ടി വരും. ഇനി നമുക്കൊരു കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് മുറിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൽ ചെറിയൊരു കളർ വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മീഡിയം ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുഴനത്തെയുള്ള വെളുത്തുള്ളിയും ജസ്റ്റ് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത സവാളയുള്ളിയും പിന്നെ കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 2 വിസിലിന് കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറില്ലാന്ന് വെച്ചാൽ ഒരു കടായിൽ അടച്ചു വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്തെടുത്താലും മതി. പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനാണ് നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. 2 വിസിലായിട്ടുണ്ട്. നമുക്കിത് തുറന്ന് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ചൂടോടുകൂടി തന്നെ നമുക്കിത് പേസ്റ്റാക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ തണുത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് കുക്കാവുന്ന സമയത്ത് നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. എനിക്ക് എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ടി വന്നില്ല. നല്ല പേസ്റ്റ് പോലെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്, നല്ല സ്മൂത്തായിട്ട്. നിങ്ങൾക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മുട്ട ഉണ്ടാക്കാനായിട്ടുള്ള കടായിലേക്കോ പാനിലേക്കോ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലയെന്ന് വെച്ചാൽ നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ ഉരുകി എണ്ണയൊക്കെ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഫെനൽ സീഡ്സും 2 ഏലക്കായും 3-4 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. ഏലക്കായ ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മണമാണ്. എൻ്റെ നല്ല മണമുള്ള ഏലക്ക ആയതുകൊണ്ടാണ് ഞാൻ 1 മാത്രം ചേർത്ത് കൊടുത്തത്. ഇത് ചേർത്ത് കൊടുത്ത് നല്ലൊരു മണം വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന വെള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നല്ലപോലെ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഈ ലൈറ്റ് കളറൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ട് വരും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങി ഈ തവയിൽ നിന്നിങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. ആ ഒരു പരുവം വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇരിക്കുന്നത്. നമ്മൾ അധികം വെള്ളം ചേർക്കാഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ആയി കിട്ടും. നിങ്ങൾ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം എടുക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് നല്ല വഴണ്ട് കുറച്ച് ഡാർക്ക് കളറൊക്കെ ആയിട്ടുണ്ട്. അതിൽ നിന്ന് എണ്ണയൊക്കെ ഊർന്ന് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉടച്ച തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ്. അതിന് പകരം ഞാനിവിടെ നാരങ്ങ നീരാണ് പുളിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് കൺസിസ്റ്റൻസിയൊക്കെ കിട്ടും. അപ്പോൾ നാരങ്ങ നീരോ തൈരോ ചേർത്ത് കൊടുത്ത് 30 സെക്കൻഡ് നമുക്കൊന്നത് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, 1 നിറഞ്ഞ ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് ഞാൻ ചൂടുവെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കഴുകിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മൊത്തം നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് നമുക്കൊരു 5-6 മിനിറ്റെങ്കിലും ഇതൊന്ന് സിമ്മർ ചെയ്തെടുക്കണം, ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിരുന്ന് കുറുകി വന്നിട്ടുണ്ട്.
ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്രീം ഇല്ലയെന്ന് വെച്ചാൽ പാല് തിളപ്പിച്ചതിൻ്റെ മുകളിലെ പാടയില്ലേ അതെടുത്ത് ചേർത്ത് കൊടുത്താലും മതി. 2-3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ടിട്ടാണ് നമ്മളിതിനെ മലായ് കറി എന്ന് പറയുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി വേണം നമ്മൾ ക്രീം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ക്രീം എടുക്കാനേ ഇല്ലയെന്ന് വെച്ചാൽ ലാസ്റ്റ് നിങ്ങൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ട നല്ലപോലെ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ മല്ലിയില ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിയില ചേർത്ത് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് തന്നെ ഞാനിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളതും നോർത്ത് ഇന്ത്യൻ കറീസിലൊക്കെ ചേർക്കുന്ന നല്ലൊരു ഫ്ലേവറാണ്. നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്. കയ്യിലിതില്ലാന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. എങ്കിലും ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 8-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് കുറച്ച് മാറി വരും. അതുവരെ നമ്മളിതൊന്ന് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയമൊക്കെ നോക്കി എണ്ണയൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാൻ ബാക്കിയുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ഒരു കറിയുടെ കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളക് നേരത്തെ എടുത്തില്ലായിരുന്നോ, അത് ഇതുപോലെ സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ കളറിലേക്ക് ഇങ്ങനെ എണ്ണ മുകളിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അതുവരെ ഇതൊന്ന് ചെയ്തെടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ പനീർ ബട്ടർ മസാലയും ചിക്കൻ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മളിതും തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ മല്ലിയിലയൊക്കെ ഇട്ട് തന്നെ തയ്യാറാക്കി നോക്കുക. ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് തന്നെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.